എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കർണാടക ഉടുപ്പിയിൽ ഏറെ പ്രസിദ്ധമായ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. കോഴിക്കോട് നിന്ന് ഏതാണ്ട് 300 കിലോമീറ്ററാണ് ഉടുപ്പിയിലേക്കുള്ള ദൂരം. ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 3 കിലോമീറ്ററാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. സ്വന്തം വാഹനങ്ങളിൽ വരുന്നവർക്ക് ക്ഷേത്രത്തിൻ്റെ പിന്നിലായി വിശാലമായ പാർക്കിംഗ് ഏരിയയും ലഭ്യമാണ്. നമ്മളിപ്പോൾ കർണാടക ഉടുപ്പിയിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് ഉള്ളത്. നമുക്കറിയാം, കർണാടകയിലെ വളരെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. കേരളത്തിൽ നിന്നും ഒത്തിരി ഭക്തർ ദർശനം നടത്തുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇവിടെ സൗജന്യ അന്നദാനം ലഭ്യമാണ്. വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെയുള്ള അറേഞ്ച്മെന്റ്സ്. പ്ലേറ്റ് ലഭിച്ച ശേഷം ആദ്യം പായസമാണ് വിളമ്പുന്നത്. പായസം കഴിച്ചു കഴിയുമ്പോഴേക്കും ചോറും സാമ്പാറും ലഭിക്കുന്നതാണ്. വളരെ രുചികരമായ പ്രസാദമായാണ് എനിക്ക് തോന്നിയത്. കർണാടകയിലായതുകൊണ്ട് സാമ്പാറിന് ചെറു മധുരവും ഉണ്ടാകും. നമുക്കറിയാം, കർണാടകയിൽ മൂകാംബിക കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മലയാളികൾ വരുന്ന ഒരു ക്ഷേത്രമാണ് ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രം. 13-ാം നൂറ്റാണ്ടിൽ ശ്രീ മാധവാചാര്യരാണ് ക്ഷേത്രം ആരംഭിച്ചത്. രാവിലെ 5 മണി മുതൽ രാത്രി 9:30 വരെയാണ് സന്ദർശന സമയം. ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്നത് 9 ദ്വാരങ്ങളുള്ള ഒരു വാതിലിലൂടെയാണ് കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നത്, അഥവാ കൃഷ്ണദർശനം സാധ്യമാകുന്നത്. ഇവിടെ നിന്ന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് ഒത്തിരി ബസ് സർവീസ് ലഭ്യമാണ്. ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രമാണ് ഇവിടെ നിന്നും മൂകാംബിക ക്ഷേത്രത്തിലേക്കുള്ള ബസ് യാത്രാ സമയം. ഉടുപ്പി എന്നത് രഥോത്സവത്തിന്റെ നാടുകൂടിയാണ്. അതുപോലെ രുചികരമായ വെജിറ്റേറിയൻ വിഭവങ്ങളാൽ പ്രസിദ്ധമായ സ്ഥലം കൂടിയാണ് ഉടുപ്പി. നിരവധി സാധനങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കുണ്ട്. സംഗീതോപകരണങ്ങൾ, പരമ്പരാഗത വീട്ടുപകരണങ്ങൾ, ടോയ്സ് ഉൾപ്പെടെ നിരവധി സാധനങ്ങൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുൻപിൽ ഒരു കുളവും കുളത്തിന് നടുവിലായി ഒരു മണ്ഡപവും ഉണ്ട്. ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.